എല്ലാവർക്കും നമസ്കാരം. മലയാള പുതുവർഷം 1201 ആണ്ട് ഫലപ്രവചനങ്ങളിൽ ഇന്ന് പറയുന്നത് മിഥുനം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ 3 നക്ഷത്രക്കാരുടെയും ഒരു സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായി ഈ വർഷത്തെ ഗ്രഹനില ഒന്ന് പറയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഗണിതം എടുത്തിരിക്കുന്നത്. 1200 ആണ്ട് കർക്കടക മാസം 31 ശനിയാഴ്ച രാത്രി 1:52 കാർത്തിക നക്ഷത്രം 4-ാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നു. അപ്പോൾ ഈ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനത്തിലും, കേതു ചിങ്ങത്തിലും, രാഹു കുംഭത്തിലും, ശനി മീനത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തുലാം 1-ാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും അതിനുശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് വൃശ്ചികം 19 വക്രഗതിയിൽ പുനഃസംക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപ്രകാരം ഈ മിഥുനം രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാരുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി, കുടുംബം, ഭാഗ്യം, ഈ 6 മേഖലകളും പ്രത്യേകമെടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകളും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കേവലം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രമല്ല, വരും മാസങ്ങളിലും ഈ ഫലപ്രവചനങ്ങൾ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശരി, ഏറ്റവും ആദ്യം പൊതുഫലം, അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയാം. ഇന്നത്തെ രാശി മിഥുനം രാശി. ഈ രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എടുത്തു പറയേണ്ട 5 അനുഭവങ്ങൾ അവ യഥാക്രമം: 1 ധനാഗമനം, 2 വാഹനയോഗം, 3 വിദേശയാത്ര, 4 ദാമ്പത്യപുഷ്ടി, 5 കർമ്മപുഷ്ടി. ഈ 5 ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായും കടന്നുപോയിരിക്കും. ഈ പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ 6 രംഗങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിലൊന്നാമത്തേത് ആരോഗ്യരംഗം. ഈ വർഷം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഭക്ഷണ കാര്യത്തിലുള്ള അശ്രദ്ധയാണ് ഈ വർഷം നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത്. അതായത് കന്നി, തുലാം മാസങ്ങളിൽ ഭക്ഷണകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുത്തേ പറ്റൂ. പ്രത്യേകിച്ചും ഈ രക്തശുദ്ധിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളായിട്ടുള്ള ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ ഓൾറെഡി ഉള്ളവർ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം ക്രമീകരിച്ചാൽ അത് അത്യുത്തമമായിരിക്കും. അല്ലാത്ത പക്ഷം ചില അസ്വസ്ഥതകൾ വന്നുപെടാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ വൃശ്ചികം, ധനു മാസം മുതൽ ആരോഗ്യം അങ്ങോട്ട് തൃപ്തികരമായിരിക്കും. പ്രത്യേകിച്ചും ധനു, മകരം മാസങ്ങളിൽ ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകവേ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതാണ്. അതിനെ തുടർന്ന് മനസ്സിനും ശരീരത്തിനും നല്ല സ്വാസ്ഥ്യം അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. തുടർന്ന് വർഷ അവസാനം, അതായത് ഡിസംബർ മാസത്തോടു കൂടി മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്ന സകല കേടുപാടുകളും തീർത്ത് ഒരു പരിപൂർണ ആരോഗ്യരംഗം നിങ്ങൾ വളർത്തിയെടുക്കുന്നതാണ്. അതോടുകൂടി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഈ കന്നി, തുലാം മാസങ്ങളിൽ ഇതുവരെ നിങ്ങൾ ശീലിക്കാത്ത ആ സ്വാത്വിക ഭക്ഷണ ജീവിതശൈലിയും അത് വേണ്ട രീതിയിൽ പരിശീലിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അനുഭവപ്പെടും. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ പുതുവർഷത്തിൻ്റെ ആദ്യ കാൽഭാഗം ആരോഗ്യം അല്പം താഴോട്ട് പോയാലും പിന്നീട് അങ്ങോട്ട് അവിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ്. ഇത്രയുമാണ് 1201 മിഥുനം രാശിക്കാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത് രണ്ടാമതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം. ഈ മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്നേഹബന്ധങ്ങളിലോ വിവാഹ ബന്ധങ്ങളിലോ ചെന്നുപെടാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്.
പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധം പരിപൂർണമായി ഉപേക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾക്ക് വരെ പേരുദോഷം കേൾക്കേണ്ട അവസ്ഥ സംജാതമാകും എന്നാണ് കാണുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നിലവിലുള്ള കുടുംബാംഗങ്ങളല്ലാതെ ഒരു അതിഥി, അതും പുതുതായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിവാഹം അതുപോലെ തന്നെ മറ്റു മംഗളകർമ്മങ്ങളെല്ലാം വീട്ടിൽ നടക്കാൻ യോഗം കാണുന്നുണ്ട്. അതിനൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കതിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങൾ വന്നു ചേരും എന്ന് വ്യക്തമായി കാണുന്നുണ്ട്. അതിനെ തുടർന്ന് വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ കുടുംബസമേതം വിനോദയാത്ര നടത്തുകയോ അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്നും താൽക്കാലികമായി മാറി താമസിക്കേണ്ട അവസ്ഥയും സംജാതമായേക്കാം എന്നാണ് കാണുന്നത്. മാത്രവുമല്ല, വർഷാവസാനം, അതായത് ഡിസംബർ മാസം അവസാനം നിങ്ങൾ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിൽ ഒത്തുകൂടി സ്നേഹവിരുന്നുകൾ നടത്തുന്നതും അതുവഴി സൗഹൃദങ്ങളും ബന്ധങ്ങളും അത് ഊട്ടിയുറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം സംജാതമാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാധ്യതകളും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ പുതുവർഷ പ്രകാരം, അതായത് 1201 മിഥുനം രാശിക്കാരുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇവിടെ നിങ്ങളുടെ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം. 1201 തുലാം വൃശ്ചികം മാസങ്ങളിൽ ഈ മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാപുരോഗതി അത് അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ഗുരുജനങ്ങളുടെ അനുഗ്രഹ ആശംസകൾ നിങ്ങളിലേക്ക് വന്നെത്താനും യോഗം കാണുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അനുഭവത്തിലേക്ക് വരുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൽ അഗ്രികൾച്ചറൽ, ഫുഡ് പ്രോസസ്സിങ് എന്നീ വിഭാഗങ്ങളിൽ ചേർന്ന് പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു ജാലകം ഇതിലൂടെ വന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട്. അപ്പോൾ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ 1201 പുതുവർഷം നിങ്ങൾ മിഥുനം രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തത്, അതായത് നാലാമത്തേതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം. മിഥുനം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള സംരംഭങ്ങളെല്ലാം പുനരാരംഭിക്കാൻ ഒരു അപൂർവ അവസരമാണ് ഇപ്പോൾ വന്നു കിട്ടുന്നത്. അതിനുള്ള യോഗം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഏതെങ്കിലും പ്രോജക്റ്റ് വർക്കുകൾ അത് പുനരാരംഭിക്കുന്നതാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 2 അതിലധികമോ ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഏതെങ്കിലും പദ്ധതികൾ അത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും നിങ്ങൾക്ക് പുനരാരംഭിക്കാനും സാധിക്കും. എന്തായാലും സംയോജിത പ്രവർത്തനങ്ങളിലൂടെ വളരെ വലിയ തോതിലുള്ള ധനം സമാഹരിക്കാൻ ഈ കാലഘട്ടത്തിൽ അവസരം സംജാതമാകും എന്നാണ് കാണുന്നത്. മാത്രവുമല്ല, നിങ്ങൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 2 അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുവകകളോ കൈവശം വന്നു ചേരാൻ ഈ യോഗം കാണുന്നുണ്ട്. അതിനെ തുടർന്ന് നിലവിലുള്ള കടബാധ്യതകൾ മുഴുവനായി അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പ്രാപ്തിയുള്ള മറ്റു മാർഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്ന് പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല, ഈ 1201 വർഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഒരു വീടുണ്ടായിരിക്കെ മറ്റൊരു വീട് പുതുതായി നിങ്ങൾ വയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വസ്തുവകകൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ 1201 പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ മാത്രം അല്പമൊന്ന് മന്ദീഭവിക്കുമെങ്കിലും അതിനുശേഷം ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് എന്നുള്ള ആ ഒരു രീതിയിൽ രക്ഷപ്പെട്ട് വരാനാണ് യോഗം കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഥുനം രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് 5ാമതായി വരുന്നത് നിങ്ങളുടെ ജോലി. മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്നത് ചൊവ്വയുടെ ദൃഷ്ടി അത്ര അനുകൂലമല്ലെങ്കിലും ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ 1201 വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. അങ്ങനെയാണ് കാണുന്നത്.
അതായത് നിലവിൽ ഒരു പ്രധാന തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ഇത് സാമ്പത്തിക ക്രയവിക്രയങ്ങളുള്ള മേഖലയിലാകാം. അതായത് ഈ ബാങ്കിങ് ഇടപാടുകൾ, ചിട്ടിപ്പിരിവുകൾ പോലുള്ള ധനം അധികമായി കൈകാര്യം ചെയ്യുന്ന മേഖലയിലും വന്നുപെട്ടേക്കാം. പ്രത്യേകിച്ചും വൃശ്ചികം, ധനു എന്നീ മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒന്ന് താരതമ്യപ്പെടുത്തി കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ അത് ഇരട്ടിയിലധികമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുംഭം, മീനം മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്യാനും അതിൽ മുതൽ മുടക്കാനും അവസരങ്ങൾ വന്നു ചേരും. മാത്രവുമല്ല, ഈ സ്വദേശത്തോ വിദേശത്തോ വളരെയധികം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംരംഭങ്ങളുടെ ഭാഗമായിരിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പുതുവർഷത്തിൻ്റെ പകുതി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ കർമ്മരംഗം മുൻപെങ്കും ദൃശ്യമാകാത്ത അത്രയും വിധം വളരെ വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സംജാതമാകാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് ഈ 1201 പുതുവർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്. ഇത് വളരെ വ്യക്തമായി ഗണിതത്തിൽ കാണുന്നുമുണ്ട്. ഇത്രയുമാണ് മിഥുനം രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും രാഹുകേതുക്കൾ ദൃഷ്ടി ചെയ്യുന്ന രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ 1201 പുതുവർഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിത്തീരുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിലെ ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായി അവർ മനസ്സിൽ കൊണ്ടു നടന്ന വിവാഹം എന്ന ഒരു സ്വപ്നം, അതുപോലെ തന്നെ വിദേശവാസം എന്ന ആ ഒരു സ്വപ്നവും ഇതോടുകൂടി പൂവണിയുന്നതാണ്. പ്രത്യേകിച്ചും ഈ വരുന്ന മകരം, കുംഭം മാസങ്ങളിൽ വിദേശ പര്യടനം നടത്താൻ അവസരം സംജാതമാകും എന്നാണ് കാണുന്നത്. മാത്രവുമല്ല, ഈ 1201 പുതുവർഷത്തിൻ്റെ പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും ശരി പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വർഷ അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന പദ്ധതികളും ലക്ഷ്യപ്രാപ്തി നേടാനും യോഗം കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 1201 പുതുവർഷം നിങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാവിധ യോഗ്യതകളും കാണുന്നുണ്ട്. ഇത്രയുമാണ് മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ കിട്ടിയിരിക്കുന്നത് ധനു, മകരം മാസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ എള്ളുതിരി വഴിപാടായിട്ട് കത്തിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ കുംഭം, മീനം, മേടം മാസങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ നവഗ്രഹ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നവഗ്രഹ ഹോമമോ ചെയ്യിക്കുന്നതും അത്യുത്തമമായിരിക്കും. പ്രത്യേകിച്ചും ഈ രാഹുപൂജ, ശനീശ്വര പൂജ എന്നിവ ചെയ്യിക്കുന്നത് ഈ സമയങ്ങളിൽ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ വരുന്ന തുലാം, വൃശ്ചികം മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതേ മാസങ്ങളിൽ തന്നെ സർപ്പക്ഷേത്രങ്ങൾ കൂടി നിങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിച്ചാൽ അതും അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ വർഷ അവസാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നിങ്ങളുടെ അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു പുണ്യം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗ്ഗങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ 1201 പുതുവർഷ ഫലത്തിൽ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ആ ജീവിതയാത്ര നിങ്ങൾക്ക് ക്രമപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.